ഗൈസ് നോക്കിയേ, ഇന്നാണെങ്കിലേ ഇവിടെ വലിയ കൂന്തള് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് വെച്ച് ഒരു ക്രിസ്പി റിങ്സിന്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കി റിങ്സ് അയച്ച് കട്ട് ചെയ്തിട്ട് കുറച്ച് സമയം പാലിലിട്ട് വെക്കണം. വേറൊരു പാത്രത്തില് മൈദ, അതേ അളവിൽ കോൺഫ്ലോർ, ചതച്ച വെളുത്തുള്ളി, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, ഇത്രയും കൂടെ നല്ലോണം മിക്സ് ചെയ്ത് വെക്കാം. അരമണിക്കൂറെങ്കിലും പാലിലിട്ട് വെച്ച കൂന്തള് ഊറ്റിയെടുത്ത് ഈ മിക്സിലിട്ട് നല്ലോണം ഒന്ന് പൊതിഞ്ഞെടുക്കാം കേട്ടോ. കൂന്തള് മൊത്തമായിട്ട് ഞാൻ ഈ ക്രിസ്പി റിങ്സ് ഉണ്ടാക്കാൻ എടുത്തിട്ടില്ല, കുറച്ച് റോസ്റ്റ് ചെയ്യുകയും പൊരിക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ കൂന്തൽ റിങ്സ് മൈദയെന്ന് ഓരോന്നായിട്ട് എടുത്ത് മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് നമുക്ക് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. ഈ പൊതിഞ്ഞെടുക്കൽ പണി ഒറ്റയടിക്കങ്ങ് തീർക്കാന്ന് വിചാരിച്ചു. അപ്പോഴേക്ക് ഒരു അടുപ്പിലായിട്ട് എന്റെ കൂന്തൽ പൊരിച്ചത് ഇവിടെ ആവുന്നുണ്ട് കേട്ടോ. വലിയ വലിയ റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഈ സ്ക്വിഡ് ക്രിസ്പി റിങ്സ് സ്റ്റാർട്ടർ ആയിട്ട് കിട്ടും. പക്ഷെ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാനിത് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പൊ അത് നോക്കി എല്ലാം കൂടെ എടുത്ത് ഞാൻ എണ്ണയിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ നല്ലോണം ക്രിസ്പി ആക്കി എടുക്കാം. അപ്പോഴേക്ക് എന്റെ കൂന്തൽ പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ അത് നോക്കി എന്റെ ക്രിസ്പി റിങ്സ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാനിത് എണ്ണയിൽ കോരി എടുക്കുകയാണേ. ഒരുപാട് ഫ്ലേവേഴ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല, പക്ഷെ കിടിലൻ ടേസ്റ്റ് ആണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോ ടാറ്റാ.